ഈയിടെ നടന്ന ഡിഗ്രി പ്രിലിംസ് സ്റ്റേജ് 1-ലെ ക്വസ്റ്റ്യൻ പേപ്പർ വിശകലനത്തിൻ്റെ പാർട്ട് 3. തൊഴിൽ നിയമനിർമ്മാണത്തിന് അടിസ്ഥാനമായ ഏത് തത്വമാണ് ന്യായമായ തൊഴിൽ സാഹചര്യങ്ങളെ ഏറ്റവും നേരിട്ട് പിന്തുണക്കുന്നത്? ഓപ്ഷൻ ബി. അസമമായ വിലപേശൽ ശക്തിയിൽ നിന്ന് തൊഴിലാളികളുടെ സംരക്ഷണം. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സാമൂഹിക സാമ്പത്തിക വികസനത്തെ ഏറ്റവും നന്നായി പ്രതിഫലിപ്പിക്കുന്ന സൂചകം ഏതാണ്? ഓപ്ഷൻ സി. മനുഷ്യ വികസന സൂചിക. G.R. ഇന്ദുഗോപൻ്റെ അനോ എന്ന നോവലിനെക്കുറിച്ചും അതിൻ്റെ ചരിത്ര പശ്ചാത്തലത്തെക്കുറിച്ചും ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഇതിൽ ഏതൊക്കെയാണ് ശരി എന്നുള്ളതാണ്. 1ഉം 2ഉം ശരിയാണ്. 16-ാം നൂറ്റാണ്ടിലെ ഒരു വെള്ള ആൽബിനോ ആനയുടെയും അതിൻ്റെ പാപ്പാൻ്റെയും കൊച്ചിയിൽ നിന്ന് റോമിലേക്കുള്ള യാത്രയാണ് അനോ എന്ന നോവൽ ചിത്രീകരിക്കുന്നത്. പ്രസ്താവന 2. കേരളത്തിൻ്റെ നവോത്ഥാന യൂറോപ്പുമായുള്ള ചരിത്രപരമായ സമുദ്രാന്തര ബന്ധങ്ങൾ പര്യവേക്ഷണം ചെയ്യുന്ന നോവൽ. മലയാളത്തിലെ ഇതിഹാസ കവി കുഞ്ചൻ നമ്പ്യാരെക്കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഇതിൽ ഏതാണ് ശരിയെന്നാണ് കണ്ടെത്താനുള്ളത്. ഓപ്ഷൻ ബി 1ഉം 3ഉം. ഓപ്ഷൻ 1. 18-ാം നൂറ്റാണ്ടിലെ തുള്ളൽ കലാരൂപത്തിൻ്റെ ശില്പിയായ കുഞ്ചൻ നമ്പ്യാർ തൻ്റെ രചനകളിൽ മൂർച്ചയുള്ള സാമൂഹിക വിമർശനവും നർമ്മവും സമന്വയിപ്പിച്ചതിന് ജനകീയ കവിയായി ആഘോഷിക്കപ്പെടുന്നു. ഓപ്ഷൻ 3. സാഹിത്യ പഞ്ചാനൻ കണ്ടെത്തിയ സുന്ദോപാഖ്യാനം ഉൾപ്പെടുത്തുന്നതുൾപ്പെടെ വിവിധ പ്രസിദ്ധീകരണത്തിലൂടെ നമ്പ്യാർക്ക് അവകാശപ്പെട്ട കൃതികളുടെ എണ്ണം കാലക്രമേണ വികസിച്ചു. കവി ടി ഉബൈദിനെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരി? ഓപ്ഷൻ എ 1ഉം 2ഉം. ഓപ്ഷൻ 1. ടി ഉബൈദ് ഒരു ദ്വിഭാഷാ കവിയായിരുന്നു. അദ്ദേഹം മലയാളം കന്നഡ സാഹിത്യത്തിന് ഗണ്യമായ സംഭാവനകൾ നൽകി. 2. കേരള രൂപീകരണ കാലഘട്ടത്തിൽ കവി മലയാളം തൻ്റെ പ്രാഥമിക മാധ്യമമായി തിരഞ്ഞെടുത്തപ്പോൾ കന്നഡ ഭാഷയോടുള്ള പ്രതീകാത്മക വിടവാങ്ങലായിട്ടാണ് വിടവാങ്ങൽ എന്ന കവിത എഴുതിയത്. താഴെ പറയുന്ന നവോത്ഥാന നേതാക്കളെ അവരുടെ ജനനവർഷമനുസരിച്ച് ക്രമീകരിക്കുക. ഓപ്ഷൻ ഡി. 1. ആറാട്ടുപുഴ വേലായുധ പണിക്കർ. രണ്ടാമതായി വരുന്നത് ചട്ടമ്പി സ്വാമികൾ, പി. പൽപ്പു, വക്കം മൗലവി എന്നിങ്ങനെയാണ്.